ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പുരുഷന്മാരുണ്ട്. അതായത് അവർ പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളൊരു മാരേജ് മെറ്റീരിയൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കഴിയുക, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ മാരേജ് ചെയ്യണമെന്നുണ്ട്. സോ ഇത്തരത്തിൽ മാരേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെൺകുട്ടിയിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് അറിയാൻ കഴിയുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്, ആ ഒരു പെൺകുട്ടി ഒരു മാരേജ് മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അതിന്റെ സൈനുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ മെച്യൂരിറ്റി ആണ്. അതായത് അവരുടെ ഇമോഷൻസിനെയും അതേപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന സംഘർഷങ്ങളെയൊക്കെ വളരെ പക്വതയോട് കൂടിയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും കഴിയണം എന്നില്ല. ഇപ്പൊ അവരുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒരുപാട് സങ്കടം വരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് നിന്നിട്ട് അവർ കരയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും, പക്ഷെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്ന ടൈമിൽ കരയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവില്ല. ഒരിക്കലും ഇങ്ങനെ കരയുന്നത് കൊണ്ട് മെച്യൂരിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്തരത്തിൽ കരയാതിരിക്കുന്നത് ഒരു മെച്യൂരിറ്റിയുടെ ഭാഗം തന്നെയാണെന്നുള്ളതാണ്. കരയാം, പക്ഷെ അത് മാറി എന്ന് കരയുക, അങ്ങനെ എല്ലാവരും കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കും, കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾ. അതേപോലെ തന്നെയാണ് സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. അതായത് സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ വലിയൊരു തർക്കം ഉണ്ടാവുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം അതിനെ എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നോക്കുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ ഇവിടെ തട്ടലും മുട്ടലൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഓരോ സിറ്റുവേഷൻസിനെയും വളരെ ബുദ്ധിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് പക്വതയോട് കൂടിയിട്ട് അതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ ആളിൽ ഈ ഒരു മാരേജ് മെറ്റീരിയലിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉത്തരവാദിത്വവും വിശ്വാസ്യതയുമാണ്. അതായത് ഈ പറയുന്ന പെൺകുട്ടി ഇത്തരത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ളവളായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പെൺകുട്ടി ആശ്രയിക്കാവുന്നവളും അതേപോലെ തന്നെ പ്രതിബദ്ധതകൾ പാലിക്കുന്ന ആളുമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് അവരോട് ചോദിക്കാം എന്നുള്ളതാണ്. അവർ ഇത്തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു വീടിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ ആ പെൺകുട്ടിക്ക് കഴിയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് പല ഉത്തരവാദിത്തങ്ങളും തനിക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ മാരേജുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, അതേപോലെ തന്നെയാണ് കുടുംബം എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ മറ്റുള്ള റിലേഷൻഷിപ്സിനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ റിലേഷൻഷിപ്പുകളെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഫാമിലി, ഫ്രണ്ട്സ്, ഇതിനെ എല്ലാത്തിനെയും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പാലിക്കുന്ന ആളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ള രണ്ടാമത്തെ ഒരു സൈൻ ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ആശയവിനിമയത്തിനുള്ള കഴിവെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവെന്നാണ് ഉദ്ദേശിക്കുന്നത്. തുറന്ന് സംസാരിക്കുക, സത്യസന്ധതയോട് സംസാരിക്കുക, അതേപോലെ തന്നെ ബഹുമാനത്തോട് ആദരവോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവും, പക്ഷേ എങ്കിൽ പോലും അത് അവർക്ക് വിഷമമാകുമോ എന്നൊക്കെ ചെറിയ രീതിയിൽ ചിന്തിക്കാനും ശ്രമിക്കുന്ന ആളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ വളരെ തുറന്നടിച്ച് അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമെന്നായിരിക്കില്ല, വളരെ സൗമ്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ബഹുമാനത്തോട് കൂടിയിട്ടായിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ആദരവോടുകൂടി സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിവുണ്ടെങ്കിൽ അതും മറ്റൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദീർഘകാല ചിന്തയാണ്. അതായത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്യാന്ന് പറയും. ഇപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുക, ക്യാഷ് തീർക്കുക, ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് ഒരു ചെറിയൊരു ഭാഗം സേവിങ്സിന് വേണ്ടി, ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ക്യാഷിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ല മൈൻഡുള്ള ആളുകളാണ്. മീൻസ് എങ്ങനെ ഫ്യൂച്ചർ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇത്തരത്തിൽ അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പല പ്ലാനിങ്സ് നടത്തുന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇങ്ങനെ വീട് വെക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഒരു പ്ലാനിങ് മനസ്സിലാക്കി കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാം.
നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അഭിലാഷങ്ങൾ, ഇതിനൊക്കെ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് എല്ലാവരിലും കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു കാര്യം കാണാനായിട്ട് കഴിയും. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിൽ ഒരു ചെറിയൊരു നീരസം ഉണ്ടായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഏതൊരു കാര്യത്തിനായാലും, ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏതൊരു കാര്യമായാലും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ അവരെ പോലെ നിങ്ങളെയും വളർത്താൻ വേണ്ടി, മീൻസ് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ ഒരു മാരേജ് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മാരേജ് ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പോൾ ഒരാളെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഈ ആൾക്ക് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും, അല്ലെങ്കിൽ ഈ ഒരു മാരേജ് ചെയ്യാൻ പറ്റിയൊരു പെൺകുട്ടിയാണോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ധൈര്യമായിട്ട് മാരേജ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഞാൻ ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഇല്ലാന്ന് കരുതിയിട്ട് അവരെ നിങ്ങൾ മാരേജ് ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ക്വാളിറ്റീസും എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ കയറി പോകുന്ന ചെല്ലുന്ന വീട്, ആ വീട്ടിലുള്ള ആളുകളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, പക്ഷെ എല്ലാവരെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിലൊന്നോ രണ്ടോ ഇല്ല എന്ന് കരുതി അതിൽ വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്